നിലവിലുള്ള വ്യക്തികളുടെ പേരിലുള്ള പ്രദേശം ഉണ്ടല്ലോ, അത് അതുപോലെ തുടരും. പക്ഷെ കോളനി ആവില്ല, കോളനി മാറ്റും. ഒരു കണക്ക് പറഞ്ഞാൽ നല്ലതാണ്. എന്നും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്നും ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എത്ര മുൻപന്തിരി പോയി കഴിഞ്ഞാലും അവർ പറയും കോളനിക്കാരെന്നൊരു വാക്ക് പറയുമ്പോൾ നമുക്കും വിഷമമാണ്. നമ്മളും അവരപ്പത്തെ മനുഷ്യന്മാരല്ലേ. അപ്പം ഞങ്ങളെക്കുറിച്ച് പറയും ഞങ്ങൾക്കും സങ്കടം ഉണ്ടാവും. അപ്പം അത് മാറ്റുന്നത് നല്ലതല്ലേ? നല്ലതാണ്, നല്ല തീരുമാനമാണ്. നമ്മളിപ്പോൾ ഒരു പുറത്തൊരു ഓഫീസിൽ പോയാലും അല്ലെങ്കിൽ ഒരാശുപത്രി പോയാലും പെട്ടെന്ന് ചോദിക്കുന്നത് എവിടുത്തെ ആൾക്കാരാ, ഏതാ കോളനി ഏതാ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇടയ്ക്ക് നിങ്ങൾ കോളനിക്കാരാണോ എന്ന് ചോദിക്കും. വേറെ കോഴ്സിനൊക്കെ പോയപ്പോൾ എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞ് ഇങ്ങനെ എന്തിനാ പറയുന്നത്, ഞങ്ങളും നിങ്ങളുടെ കൂടെ എത്തണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറയും. ഓരോ വീട്ടിന്റെയോ അല്ലെങ്കിൽ നാടിന്റെയോ അഡ്രസ്സ് മതി അവർക്കെന്നാണ് സർക്കാർ പറയുന്നത്. അപ്പൊ എന്താ അത് നല്ലതാണോ? അങ്ങനെയല്ലേ വിചാരിക്കുന്നത്? ആ, നല്ലതാണെന്നേ വിചാരിക്കുള്ളൂ. അത് മാറണമെന്നാണ് എനിക്കുള്ള പൂതി. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെ പറയലുണ്ടോ? പോകുന്ന സ്ഥലത്തൊക്കെ പറയലുണ്ട്. പിന്നെ എന്ത് പറയാനാ, ഞങ്ങളിപ്പോ കോളനിയിലല്ലേ ഞങ്ങളും താമസിക്കുന്നേ. അപ്പൊ അടുത്ത കോളനിക്കാരങ്ങനെയല്ലേ പറച്ചില്ല. അപ്പൊ അത് മാറണ്ടല്ലേ? മാറണം, മാറിയിരിക്കണം. ജോലി സംബന്ധമായിട്ട് പിന്നെ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് അവർ ബയോഡാറ്റ നോക്കുമ്പോൾ അവിടെ കോളനി നിന്ന് കണ്ട ചവിട്ടി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് മുൻഗണന കൊടുത്തിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ള തലമുറയിലുള്ള പിന്നെ കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട്, സ്പോർട്സ് ആയാലും മറ്റുള്ളതിൽ നല്ല കായിക നല്ല മികവ് പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കെല്ലാം ഇത് ഉചിതമാവും. എല്ലാ പ്രിവിലേജുകളും അനുഭവിക്കുന്നവർക്ക് കോളനി എന്നത് വെറും ഒരു വാക്കായിരിക്കും. പക്ഷേ ആ വാക്ക് എത്രത്തോളം മനസ്സുകളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ കേട്ട പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ചരിത്രപരമായൊരു തീരുമാനമാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ എടുത്തിരിക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.